അമ്മാവാ, കുട്ടിയമ്മയിൽ ഈശ്വരന്റെ സൃഷ്ടി നടന്നു. സൂര്യഭഗവാന്റെ ഊർജം സ്വീകരിച്ച് പിറന്ന കുഞ്ഞ് കരഞ്ഞില്ല. അമ്മാവാ, തേജസ്സുള്ള കുഞ്ഞിന്റെ മുഖകമലം കാണാൻ എന്തു ഭംഗിയാണ്. അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. അമ്മാവാ, ശ്രീകൃഷ്ണ ഭഗവാന്റെ കണ്ണുകൾ പോലെ തിളക്കമാർന്ന കണ്ണുകൾ. അമ്മാവ, ഈ കുഞ്ഞ് ഈശ്വരന്റെ വരദാനമാണ്. ശ്രീരാമന്റെ ശോഭയാർന്ന ശരീരമാണ് ആ ബാലന്റേത്. ജ്യോതിശാസ്ത്രത്തിൽ കൂടുതൽ അറിവുള്ള അമ്മാവന്റെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. അതറിയാമല്ലോ. മാനവരുടെ കണ്ണീരൊപ്പാൻ പിറന്ന കുഞ്ഞല്ലോ. പാപിയിൽ നരജാതിയിൽപ്പെട്ട ഈ ബാലൻ എല്ലാവരാലും ആദരിക്കപ്പെടും. ഇന്ന് ചതയ നക്ഷത്രത്തിൽ ഈ സമയത്ത് ജന്മമെടുത്ത ബാലൻ ആധ്യാത്മിക അടിത്തട്ടിലേക്ക് ആഴ്ന്നിറങ്ങി സമൂഹത്തിനു വേണ്ടി സ്വജീവിതം വഴികാട്ടിയായി അർപ്പിക്കപ്പെടും. സമൂഹം ഈശ്വര സൃഷ്ടിയായി കരുതി എന്നും ഈ ബാലനെ ആദരിക്കപ്പെടും. സൂര്യനെ പോലെ തേജസ്വിയായി വളർന്നു വരും. ധർമ്മം നശിക്കുമ്പോൾ അതിന്റെ പുനഃസ്ഥാപനത്തിനായി ഒരു അവതാരം ഉണ്ടാകും എന്ന് ഗീതയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. നല്ലത് വരട്ടെ. മനുജർക്ക് നന്മ ചെയ്യും.
നാണു ഗുരുകുലത്തിൽ ചെല്ലുമ്പോൾ ഗുരുവിൻ്റെ കാൽപാദങ്ങളിൽ തൊട്ട് വന്ദിക്കണം. ഗുരു ഇരുന്നതിനു ശേഷമേ ഇരിക്കാൻ പാടുള്ളൂ. തിരിച്ചു പോരുമ്പോൾ നമസ്തേ പറയണം. ശിഷ്യഗണങ്ങളെ, ഇന്ന് ഗുരുമുഖത്തു നിന്നും കേൾക്കുന്നത് വാത്മീകി മഹർഷി എഴുതിയ രാമായണത്തെക്കുറിച്ചാണ്. രാമായണം തുടങ്ങുന്നത് അയോധ്യയിലെ ദശരഥ മഹാരാജാവിൽ നിന്നാണ്. ദശരഥ മഹാരാജാവിന് കൗസല്യ, കൈകേയി, സുമിത്ര എന്നിങ്ങനെ 3 ഭാര്യമാർ ഉണ്ടായിരുന്നു. എങ്കിലും സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ കുലഗുരുവായ വസിഷ്ഠനോട് ദശരഥ മഹാരാജാവ് അപേക്ഷിച്ചു. അതുപ്രകാരം കുലഗുരുവായ വസിഷ്ഠൻ്റെ നിർദ്ദേശപ്രകാരം വൈഭണ്ഡകൻ എന്ന സന്യാസിയെ വരുത്തുകയും അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം ഋഷ്യശിങ്കനെ കൊണ്ട് സരയൂ നദിയുടെ തീരത്ത് പുത്രകാമേഷ്ടി എന്ന യാഗം നടത്തി. ഈ യാഗത്തോടെ വിശ്വദേവതാഗണം തൃപ്തരായതിനെ തുടർന്ന് ഹോമകുണ്ഡത്തിൽ നിന്നും ഹേമപാത്രത്തിൽ പായസവുമായി സന്തോഷത്തോടെ അഗ്നിദേവൻ ദശരഥ മഹാരാജാവിന് നൽകിയ ശേഷം അപ്രത്യക്ഷമായി. ഈ പായസം പകുതി കൗസല്യാദേവിക്കും പകുതി കൈകേയി ദേവിക്കും കൊടുത്തു. ഈ 2 സഹധർമ്മിണിമാരും അവർക്ക് കിട്ടിയ പായസത്തിൽ നിന്നും പകുതി വീതം സുമിത്രാദേവിക്കും കൊടുത്തു. അതേ തുടർന്ന് 3 സഹധർമ്മികളും ഗർഭിണികളായി. ഇതേ തുടർന്ന് കൗസല്യയ്ക്കും കൈകേയിക്കും ഓരോ പുത്രന്മാരും സുമിത്രയ്ക്ക് 2 പുത്രന്മാരും ജനിച്ചു. ജനനശേഷം മക്കൾക്ക് 4 പേർക്കും വസിഷ്ഠ മഹാമുനി നാമകരണം ചെയ്തു. ശ്യാമള നിറം പൂണ്ട കോമളകുമാരന് രാമനെന്നും ഭരണ നിപുണനാം കൈകേയി പുത്രന് ഭരതൻ എന്നും സുമിത്രാതനയന്മാരായ 2 മക്കൾക്ക് ലക്ഷ്മണൻ എന്നും ശത്രുഘ്നൻ എന്നും വസിഷ്ഠ മഹാമുനി അരുളി ചെയ്തു. അതിനുശേഷം 3 സഹധർമ്മിണികളോടും 4 പുത്രന്മാരോടും ദശരഥ മഹാരാജാവ് സന്തോഷമായി കഴിഞ്ഞു. ബാക്കി ഭാഗം നാളെ പഠിക്കാം.
ബാലന്റെ വീട് എവിടെയാണ്? ദാ അവിടെ. നാണു വരാൻ വൈകുന്നത് എന്താണ്? കൃത്യസമയത്ത് വരുന്നതാണല്ലോ. നാണുവിന്റെ തോളിൽ പിടിച്ച് ഒരു സ്വാമി വരുന്നുണ്ടല്ലോ. എന്താണ് സ്വാമി നാണുവിന്റെ തോളിൽ പിടിച്ചു കൊണ്ടുവരുന്നത്? ഞാൻ വഴിയിൽ കൂടി വരുമ്പോൾ 4 കുട്ടികൾ മാവിൽ മാങ്ങയ്ക്ക് വേണ്ടി കല്ലെറിയുന്നു. എന്നെ കണ്ടപ്പോൾ അവരിൽ 3 പേർ എന്റെ നേരെ കല്ലെറിഞ്ഞു. കല്ലുകൊണ്ട് എന്റെ ശരീരത്തിൽ പല ഭാഗങ്ങളിലും മുറിവുണ്ടായി. ശരീരത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് അവർ 3 പേരും ഓടിപ്പോയി. ഈ ബാലൻ മാത്രം പോയില്ല. അല്പം മാറി നിന്ന് മതിലിൽ മുഖം പൊത്തി 2 കൈയും കൊണ്ട് മുഖം മറച്ച് കരയുകയായിരുന്നു. കാരണം ചോദിച്ചപ്പോൾ സ്വാമിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ട് മനോവിഷമം കൊണ്ട് കരഞ്ഞതാണ് എന്ന് പറഞ്ഞു. വീട് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ തോളിൽ പിടിച്ച് കൊണ്ടുപോരുകയായിരുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടാൽ മകന് ദുഃഖം തോന്നും സ്വാമി. സഹജീവികളോട് അനുകമ്പയുള്ള ഈ ബാലൻ മഹാനായി വരും. നല്ലത് വരട്ടെ. അമ്മാവ, ഞാൻ മാടനാശാന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നാരായണൻ ധ്യാനനിരതനായി ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാനും വീട്ടിൽ ചെല്ലുമ്പോൾ നാരായണൻ മഹാദേവന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നാരായണൻ വലിയ ഈശ്വരഭക്തനാണോ? അതെ, നാരായണൻ തികഞ്ഞ ഈശ്വരഭക്തനാണ്. ദിവസവും രാവിലെ കുളിച്ച് ശുഭവസ്ത്രധാരിയായി വീട്ടിലെ ഭഗവാന്റെ പടത്തിനു മുൻപിൽ പ്രാർത്ഥിച്ച് സാഷ്ടാംഗ നമസ്കാരം ചെയ്യാറുണ്ട്. ഒരിക്കൽ വീട്ടിൽ ദേവി ദേവന്മാർക്ക് പ്രസാദം വെച്ചപ്പോൾ ആ പ്രസാദം നാണു എടുത്തു ഭക്ഷിച്ചു. അമ്മ ചോദിച്ചപ്പോൾ ആ പ്രസാദം ഞാൻ കഴിച്ചാൽ മതിയാകും, ദേവീ ദേവന്മാർ തൃപ്തരായിക്കൊള്ളും. മറ്റൊരിക്കൽ മുളങ്കാട്ടിൽ കയറിയിരുന്ന് രക്തം വാർന്നൊലിച്ചിരിക്കുന്നത് കണ്ട് അയൽവാസി വന്ന് പറഞ്ഞപ്പോൾ നാണുവിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുവന്ന് അച്ഛൻ ചോദിച്ചപ്പോൾ അയൽ വീട്ടിൽ മരണം കാണാൻ ചെന്നപ്പോൾ അവിടെ ബന്ധുജനങ്ങൾ പൊട്ടിക്കരയുകയായിരുന്നു. പിന്നീട് ചെന്നപ്പോൾ ആ വീട്ടിൽ പൊട്ടിച്ചിരിയും സന്തോഷവും പങ്കുവയ്ക്കുകയായിരുന്നു. അത് കണ്ടിട്ട് മനോദുഃഖം കൊണ്ടാണ് ഞാൻ മുളങ്കാട്ടിൽ കയറിയിരുന്നത്. വേറൊരു ദിവസം വീട്ടിലേക്ക് വരുന്ന വഴി പുലയക്കുടിയിൽ അരി തിളച്ചു പോകുന്നത് കണ്ടപ്പോൾ അവിടെ കയറി ചെന്ന് അരിക്കലം ഇറക്കി താഴെ വെച്ചു. ചോദിച്ചപ്പോൾ ഞാനത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ അന്ന് അവർ പട്ടിണി കിടക്കേണ്ടി വരുമായിരുന്നു. നാരായണൻ ഈശ്വരഭക്തനും മറ്റുള്ളവരിൽ അനുകമ്പയും ഉള്ളവനാണ്. ശരി അമ്മാവ, ഞങ്ങൾ പോകുന്നു.
ഇക്ക, ഈ കടപ്പുറത്തു കൂടി സ്ഥിരമായി നടക്കാൻ വരുന്ന സ്വാമി വരുന്നുണ്ട്. നമുക്ക് മത്സ്യം കിട്ടാത്ത വിവരം സ്വാമിയോട് പറയാം. സ്വാമിക്ക് ദിവ്യശക്തി ഉണ്ട്. വാത്തു, ഈ കടപ്പുറത്തുള്ളവരും സ്വാമിക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നീ സ്വാമിയോട് പറയുന്നു. ദാ സ്വാമി വരുന്നുണ്ട്. ഞാൻ സ്വാമിയെ കാണട്ടെ. സ്വാമി, എൻ്റെ ഇക്ക വഞ്ചിയുമായി കടലിൽ പോയിട്ട് മത്സ്യമൊന്നും കിട്ടുന്നില്ല. സ്വാമി അനുഗ്രഹിക്കണം. ഏത് വഞ്ചിയിലാണ് പോകുന്നത്? നാളെ മുതൽ കടലിൽ പോയിക്കോളൂ, നിറയെ മത്സ്യം കിട്ടും. ഓം ആദിത്യായ നമഃ. ഓം സൂര്യായ നമഃ. ഓം അർക്കായ നമഃ. മഹാത്മാക്കളെ, ഒരു ഗുരുസ്വാമി തിരുവനന്തപുരത്ത് നിന്നും മഹാദേവ സന്നിധിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. സ്വാമി മലയാളത്തിലും സംസ്കൃതത്തിലും തമിഴിലും അഗാധ പാണ്ഡിത്യമുള്ള മഹാത്മാവാണ്. പൂർണ്ണ കുംഭം നൽകി അരുവി ഒഴുകുന്ന കരയിലേക്ക് പൂത്താലത്തോടെ കൊണ്ടുപോകണം. അവിടെ സ്വീകരിച്ചിരുത്തി ഫലമൂലാദികൾ നൽകണം. സ്വാമി മഹാദേവനെ പറ്റി പ്രഭാഷണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാ സ്വാമി വരുന്നുണ്ട്. ഭക്തരെ, നമ്മൾ ക്ഷേത്രദർശനം കഴിഞ്ഞ് അരുവിയുടെ കരയിൽ എത്തിയിരിക്കുന്നു. ഭക്തർക്ക് ശ്രീ മഹാദേവനെ അറിയുന്നതിന് ശ്രമിക്കാം. മഞ്ഞുമലയുടെ നെറുകെ ധ്യാനനിരതനായി നിൽക്കുന്ന ശ്രീ മഹാദേവനെ, പരമശിവനെ നമുക്ക് മനസ്സുകൊണ്ട് ദർശിക്കാം. കൈലാസവാസനായ ശ്രീ മഹാദേവൻ ഭൂലോകത്തിലെ ഭക്തജനങ്ങൾക്ക് സദാസമയവും മംഗളം നൽകിക്കൊണ്ടിരിക്കുന്നു. ആദിയും അന്തവുമില്ലാത്ത തമോ ഗുണമൂർത്തിയായ ഭഗവാൻ പരമശിവൻ ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രഗോപിയുമാണ്. ഭക്തരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സിദ്ധി വരുത്തുന്നതിൽ കാലവിളംബം ഉണ്ടാക്കാറില്ല. ചന്ദ്രകലയും ഗംഗയുമുള്ള ജട, സർപ്പത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന കഴുത്ത്, തൃക്കണ്ണ്, സൂര്യചന്ദ്രന്മാരാകുന്ന കണ്ണുകൾ, മണികുണ്ടലങ്ങൾ വിളങ്ങുന്ന ചെവികൾ, എള്ളിൻ പൂവത്ത മൂക്ക്, തൊണ്ടിപ്പഴച്ചുണ്ട്,
മുത്തുപോലുള്ള പല്ലുകൾ, പൂർണ്ണചന്ദ്രൻ സമാനമായ കവിൾത്തടങ്ങൾ, അമൃതവാണി, അമൃതതുല്യമായ നോക്ക്, അസ്ഥിമാലയും വരം, അഭയം, പുരകം, ശൂലം ഇവ ധരിക്കുന്ന കൈകൾ, ഭസ്മം പൂശിയ ശരീരഭാഗങ്ങൾ, ഇതെല്ലാം ഭഗവാന്റെ അലങ്കാരങ്ങളാണ്. മഹാദേവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കൂവളമാല, ഇവയെല്ലാം ഭഗവാനെ മനസ്സിൽ ദർശിച്ച് സംതൃപ്തരാകാം. ഭക്തജനങ്ങൾക്ക് നന്മ വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട്. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ. നമുക്ക് ഈ പുഴയുടെ തീരത്തുള്ള മാവിൻ ചുവട്ടിൽ അല്പം വിശ്രമിക്കണമെന്ന ആഗ്രഹമുണ്ട്. സ്വാമി, ആ ഭാഗത്ത് ഒരു സ്ഥലമുണ്ട്, നമുക്ക് അങ്ങോട്ട് പോകാം. ഭക്തജനങ്ങളെ, ആലുവ പുഴയുടെ തീരത്ത് മാവിൻ ചുവട്ടിൽ കുറച്ചു സമയം വിശ്രമിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്വാമിയെ സ്വീകരിച്ച് പീഠത്തിൽ ഇരുത്തണം. സ്വാമിക്ക് ഒരു തുളസിമാല ചാർത്തണം. സ്വാമിക്കൊപ്പം ഭക്തജനങ്ങൾ മാവിൻ ചുവട്ടിലേക്ക് പോകണം. അവിടെ പീഠത്തിൽ ഇരുത്തണം. സ്വാമി, സന്ധ്യാസമയത്ത് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം. സ്വാമി, സന്ധ്യാസമയത്ത് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരാമോ?
സന്ധ്യാസമയത്ത് നിലവിളക്ക് വെച്ച് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരണം. ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീത് പ്രാപ്തിക്കോരാകിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെന്നും പൊരുളൊടുങ്ങിയാൽ നിന്നിടും തൃക്കുപോലുള്ള നിന്നിൽ അസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീയൊന്നു തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയും എന്നുള്ളിലാകണം. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവും. നീയല്ലോ ദൈവമേ സൃഷ്ടിക്കുള്ള സാമഗ്രിയായി. നീയല്ലോ മായയും മായാവിയും മായാവിനോദനും. നീയല്ലോ മായയെ നീക്കി സായുജ്യം നൽകുമാരിനും. നീ സത്യജ്ഞാനമാനന്ദം, നീ തന്നെ വർത്തമാനവും. ബോധവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കിൽ നീ. അകവും പുറവും തിങ്ങി മഹിമാമാർന്ന നിൻ പദം പുകഴ്ത്തുന്നു ഞങ്ങളത്. ഭഗവാനെ ജയിക്കുക, ജയിക്കുക മഹാദേവ ദീനാവനപരായണ. ജയിക്കുക ചിദാനന്ദ ദയാസിന്ധു ജയിക്കുക. ആഴമേറും നിൻ മാസ ആഴിയിൽ ഞങ്ങളാകവേ. ആഴണം വാഴണം നിത്യം, വാഴണം വാഴണം സുഖം. കൈലാസവാസ ശ്രീ പരമേശ്വര, അനുഗ്രഹിക്കൂ ദേവാ അനുഗ്രഹിക്കൂ. മഞ്ഞുമൂടിയ മലയിൽ അഗ്രഭാഗേ നിൽക്കുന്ന ശ്രീ മഹാദേവ അനുഗ്രഹിക്കൂ. തൃക്കണ്ണുകളാൽ ലോകത്തെ കാണുന്ന ശ്രീ മഹാദേവ അനുഗ്രഹിക്കൂ. ലോകത്തിൻ നന്മയ്ക്കായി പ്രാർത്ഥിക്കും ഞങ്ങളെ ശ്രീ മഹാദേവ അനുഗ്രഹിക്കൂ. കൈലാസവാസനാം കാരുണ്യദേവന്റെ പാദപത്മങ്ങളിൽ കുമ്പിടുന്നു. കാളകൂടം വിഷം അമൃതാക്കി പാനം ചെയ്ത ശ്രീ മഹാദേവനെ കൈതൊഴുന്നേൻ. അമൃതസരസിൽ ഞാൻ കൈകൂപ്പി നിൽക്കുമ്പോൾ ശ്രീ മഹാദേവന്റെ ലീല കാണാം. താണ്ഡവ നൃത്തത്താൽ തകർന്നാടി നിൽക്കുന്ന ശ്രീ മഹാദേവനെ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ ഞാൻ കൈതൊഴുന്നേൻ ശ്രീ മഹാദേവ കൈതൊഴുന്നേൻ. കൈതൊഴുന്നേൻ ഞാൻ കൈതൊഴുന്നേൻ ശ്രീ മഹാദേവ കൈതൊഴുന്നേൻ.